സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ വിലയിൽ 25% സംസ്ഥാനം വഹിക്കണമെന്ന് പറഞ്ഞപ്പോ ആ പണം നമ്മൾ കണ്ടെത്തിയത് കിഫ്ബി വഴിയാണ്. 5600 കോടിയിലധികം രൂപ അങ്ങനെയാണ് കൊടുത്തത്. നാടിന്റെ എല്ലാ ആവശ്യത്തിനും ആ പണം ഉപയോഗിക്കുന്നു. എന്താ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത്? കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും. തടയല ഉദ്ദേശം. ന്യായമായ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ കയ്യിൽ കുറച്ച് സ്ഥാപനങ്ങളുണ്ടല്ലോ, നാഷണൽ ഹൈവേ അതോറിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ. ആ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ കേന്ദ്ര ഗവൺമെന്റ് വായ്പാ പരിധിയിൽ ഉൾപ്പെടുന്നില്ലാലോ. പിന്നെ എന്താണ് ഞങ്ങളോട് മാത്രം ഇങ്ങനെയൊരു നിലപാട്, കിഫ്ബിയോട് മാത്രം ഇങ്ങനെയൊരു നിലപാട്? അതിന് മറുപടിയില്ല. ഒരു ന്യായം പറഞ്ഞു, നിങ്ങള് ഇതിനകത്ത് വരുമാനമില്ല, കിഫ്ബിക്ക് വരുമാനമില്ല. കിഫ്ബി ഏറ്റവും നല്ലൊരു സാമ്പത്തിക സ്രോതസ്സാണ്, സാമ്പത്തിക സ്ഥാപനവുമാണ്. അതിൻ്റെതായ വരുമാനം ഉറപ്പാക്കിയിട്ടുണ്ട്. എന്നാൽ പ്രത്യക്ഷത്തിലുള്ള വരുമാനമില്ല എന്ന തടസ്സവാദം ഉന്നയിക്കുന്നു. കിഫ്ബിയെ തകർക്കാനുള്ള നീക്കം, നമ്മുടെ നാടിന്റെ വികസനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോ കിഫ്ബി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. നേരിട്ട് വരുമാനമില്ല എന്ന പ്രശ്നം അതും പരിഹരിക്കണമെങ്കിൽ അതും പരിഹരിച്ചുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുമെന്നത് തന്നെയാണ് നിലപാട്. ഇവിടെ കാണേണ്ടത് നമ്മുടെ സംസ്ഥാനത്തോട് സ്വീകരിക്കുന്ന സമീപനമാണ്. എത്രമാത്രം പകയോടെയുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്നാണ്. നമ്മുടെ നാടിന്റെ വികസനത്തെ തടയാനാണ് ശ്രമിച്ചു വരുന്നത്. നാടിപ്പോ നല്ല രീതിയിൽ അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു എന്നുള്ളത് പൊതുവെ കേന്ദ്ര ഗവൺമെന്റ് തന്നെ അംഗീകരിക്കുന്നുണ്ട്. വിവിധ മേഖലകളുടെ കണക്കെടുത്ത് അംഗീകരിക്കുന്നുണ്ട്. ഓരോ മേഖലയിലേക്കും ഞാനിപ്പോ കടക്കുന്നില്ല. പക്ഷേ നമ്മളിതിൽ തൃപ്തരല്ല. ഇനിയും മുന്നോട്ട് പോകണം, കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയണം. നേരത്തെ തന്നെ LDF പറഞ്ഞൊരു കാര്യമുണ്ട്, സർവതല സ്പർശിയായ വികസനം, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവരും വികസനത്തിന്റെ സ്വാദനുഭവിക്കണം. ഏതെങ്കിലും ചെറിയൊരു വിഭാഗമല്ല, മുഴുവനാണ്. എല്ലാ പ്രദേശങ്ങളിലേക്കും വികസനമെത്തണം. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീഗ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീഗ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.